ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ നമ്മുടെ വൈജയെ പറ്റിയുള്ള കഥകൾ അറിയാൻ ആകാംക്ഷയോടെ അലീന ഇങ്ങനെ മുത്തശ്ശിയോട് ഓരോന്നൊക്കെ ചോദിക്കുക. അപ്പോൾ ഒരു കഥ പറഞ്ഞു കൊടുക്കാമെന്ന് പറയാവോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇപ്പോൾ തീരെ വയ്യ, പിന്നെ പറയാമെന്ന് പറഞ്ഞു. പിന്നത്തേക്കുള്ളത് ഇപ്പോൾ ആക്കിയാലോ. അപ്പോൾ കാലുവേദനയുടെ കാര്യം മുത്തശ്ശി പതുക്കെ മറക്കുകയും ചെയ്യുമെന്ന കാര്യമൊക്കെ പറയുവാണ് നമ്മുടെ അലീന. അപ്പോൾ എനിക്ക് മുത്തശ്ശിയുടെ കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യാമല്ലോ എന്ന് പറഞ്ഞു. ഓഹോ, അതാണോ? എവിടെ വരെ അടി ഞാൻ പറഞ്ഞതെന്ന് മുത്തശ്ശി അന്നേരം ചോദിച്ചു. ഓർത്തെടുത്ത് ബാലചന്ദ്രൻ സാറിൻ്റെ അച്ഛൻ കൈതയ്ക്കൽ മാളിക വീട്ടിലെ ജോലിക്കാരൻ എന്ന് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അലീന അങ്ങ് ഇട്ട് കൊടുത്തു. അപ്പം ജോലിക്കാരൻ എന്ന് വെച്ചാൽ അത്ര മോശമായിട്ടുള്ള കാര്യമൊന്നുമല്ല കേട്ടോ. അന്നൊരു കൊപ്ര നെല്ലൊക്കെ ഉണ്ടായിരുന്നേ കൈതയ്ക്കൽ. അപ്പോൾ കൊപ്ര ആട്ടി എണ്ണയാക്കുന്ന സ്ഥലം. അപ്പോൾ അതിൻ്റെ ഒരു നടത്തിപ്പുകാരനായിരുന്നു ശേഖരമേനോൻ. പണ്ട് പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. തടിക്കച്ചവടമൊക്കെ നടത്തി പൊളിഞ്ഞ് പാളീസായി പോയതാണെന്ന് പറഞ്ഞു. എന്നിട്ടോ പലീനയ്ക്ക് ആകാംക്ഷ കൂടി. ശേഖരം വരുമ്പോൾ ഒരു വാഴ പോലെ ബാലചന്ദ്രനും കാണും, വാല് പോലെ ബാലചന്ദ്രനും കാണും കൂടെ. അന്നവൻ തീരെ കൊച്ചായിരുന്നു, 4-5 വയസ്സൊക്കെ കാണുമുള്ളായിരിക്കും. അപ്പോഴാ വൈജമോൾ ഉണ്ടായതെന്ന് പറഞ്ഞു. ബാലൻ അവളെ കൊച്ചിലെ മുതലേ കാണുന്നതാണെന്നൊക്കെ പറഞ്ഞ് 2 പേരും ഒരേ സ്കൂളിലാണ് പഠിച്ചതെന്ന കാര്യമൊക്കെ പറഞ്ഞു. ക്ലാസ്സൊക്കെ വേറെയായിരുന്നു. വൈജയന്തിക്ക് പ്രായക്കുറവല്ലേ. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ പഠിക്കാനൊക്കെ മിടിക്കായിരുന്നു മേഡം എന്ന് ചോദിക്കുമ്പോൾ നല്ല പോലെ പഠിക്കുമായിരുന്നു എന്ന് പറഞ്ഞു അന്നേരം അമ്മ. പിന്നെ അവൾ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴേ ബാലചന്ദ്രൻ കോളേജിലായിരുന്നു. കുഞ്ഞായിരുന്നപ്പോൾ മുതലേ അവൻ അവളെ കാണുന്നതല്ലേ. കാണുകയും മിണ്ടുകയും പറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും അങ്ങനെ 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ ഒരു വേണ്ടാധീനം കാണിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ അതെന്താ മുത്തശ്ശി വേണ്ടാധീനമെന്ന് അലീന ചോദിച്ചു. അവൾക്കൊരു കത്തെഴുതി കൊടുത്തെന്ന്. അന്ന് ഈ മൊബൈൽ ഫോണും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പം കത്തെന്ന് വെച്ചാൽ ലവ് ലെറ്റർ ആണോ? ആണെന്ന് പറഞ്ഞ് മുത്തശ്ശി എല്ലാം അങ്ങ് പറഞ്ഞു കൊടുക്കുക. അവളെ കാണാനാണെങ്കിലോ ആ പ്രായത്തിലെ കൊല്ലപ്പള്ളി പ്രദേശത്ത് അത്രയും സുന്ദരിയായിട്ടൊരു പെൺകൊച്ചില്ലായിരുന്നു എന്ന് പറഞ്ഞു മുത്തശ്ശി. പിന്നെ ഇപ്പോഴല്ലേ ഇത്രയും തടിയൊക്കെ വെച്ചത് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇപ്പോഴും കാണാൻ സുന്ദരിയൊക്കെ തന്നെയല്ലേ എന്ന് ചോദിച്ചു. ഇപ്പോഴും മുഖം വീർപ്പിച്ചു വയ്ക്കാതിരുന്നാൽ മതിയെന്ന് അലീന പറയാം. അപ്പോഴത്തേക്ക് നമ്മുടെ മുത്തശ്ശി ഒന്ന് ചിരിച്ചു. ബാക്കി പറ മുത്തശ്ശി. കത്ത് കൊടുത്തിട്ടോ? അവൾക്ക് അവനോട് പ്രേമോ മണ്ണാങ്കട്ടയോ ഒന്നും ഇല്ലല്ലോ. അവളുടെ കയ്യിൽ നിന്ന് ശിവശങ്കരൻ അത് പിടിച്ചു. എന്നിട്ട് കുഞ്ഞിരാമേട്ടനെ കാണിച്ചു. ഓശോടാ, അമ്പടെ ഭയങ്കര. കുഞ്ഞിരാമേട്ടൻ അന്ന് സിംഹല്ലേ, സിംഹം. അപ്പം തന്നെ ശേഖരനെ വിളിപ്പിച്ചിട്ട് പറഞ്ഞു, നിന്റെ മകനെ വിളിച്ചുകൊണ്ട് വാടാന്ന്. അങ്ങനെ അച്ഛനും മോനും കൈതയ്ക്കൽ മാളിക വീടിൻ്റെ മുറ്റത്ത് വന്ന് ഇങ്ങനെ നിൽക്കുമായിരുന്നു. കുഞ്ഞിരാമേട്ടൻ ചെന്നിട്ട് ബാലചന്ദ്രനോട് ചോദിച്ചു, ഈ കത്ത് നീയാണോടാ എഴുതിയതെന്ന്. അതേന്ന് പറഞ്ഞത് മുഖം അടച്ച ഒരൊറ്റ അടിയായിരുന്നു എന്ന കാര്യം പറയുക കേട്ടോ. അപ്പോൾ ബാലചന്ദ്രൻ സാറിൻ്റെയോ? പിന്നല്ലാതെ. അപ്പോഴത്തേക്ക് അലീന ഇങ്ങനെ അന്തം വിട്ടിരിക്കുക കേട്ടോ. അയ്യോ, ഞങ്ങളെല്ലാവരും കൂടി അങ്ങ് നോക്കിക്കൊണ്ട് നിൽക്കുക. ഞാനുണ്ട്, ശിവശങ്കരനുണ്ട്, രാജീവനുണ്ട്, എല്ലാവരും ഉണ്ടായിരുന്നു. ഗംഗാധരൻ അന്ന് പട്ടാളത്തിലാണെന്ന് എനിക്ക് തോന്നുന്നത്. എന്നാലും വിളിച്ചു വരുത്തി അടിച്ചത് മോശമായിപ്പോയില്ലേന്ന് അലീന ചോദിച്ചു മുത്തശ്ശിയോട്. അന്നേരം അന്ന് നാട് വിട്ടു പോയതായിരുന്നു ബാലചന്ദ്രൻ. 2 കൊല്ലം കഴിഞ്ഞാണ് തിരിച്ചു വന്നതെന്ന് പറഞ്ഞു. അന്നേരം ഇങ്ങനെ നോക്കുക അലീന, ദുബായിലെങ്ങാണ്ട് പോയി ജോലിയൊക്കെ ആയായിരുന്നു. പിന്നെയും പോയി ദുബായിക്ക്. 5-6 വർഷം കൊണ്ട് പൈസയൊക്കെ ഉണ്ടാക്കി തിരിച്ച് നാട്ടിലെത്തിയെന്നും പറഞ്ഞു. അന്നേരം അതെന്തായാലും കൊള്ളാം, അങ്ങനെ തന്നെ വേണമെന്ന് പറയാം. അത് കഴിഞ്ഞ് ഞാനൊക്കെ തുടങ്ങിയത് എടംപുരയ്ക്ക ടെക്സ്റ്റൈൽസ്. അത് കഴിഞ്ഞ് ഉടനെ തന്നെ സ്വർണ്ണക്കടയും തുടങ്ങി. വെച്ചടി കയറ്റമല്ലായിരുന്നു പിന്നെ അവൻ അങ്ങോട്ട്. എന്നിട്ട് ഒരു ദിവസം അവൻ കൈതയ്ക്കൽ മാളിക വീട്ടിൽ കയറി വന്ന് വൈജയന്തിയെ കല്യാണം കഴിച്ച് തരുമോ എന്നൊരു ചോദ്യം. ആ തടിപ്പൊളിയാണെന്ന് പറഞ്ഞു നമ്മുടെ അലീന. പണക്കാരനല്ലാത്തതിൻ്റെ പേരിലല്ലേ പണ്ട് തല്ലിയത് എന്ന് അലീന ചോദിക്കുമ്പം കുഞ്ഞിരാമേട്ടൻ അത്ര സമ്മതമൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഗംഗാധരനും ശിവശങ്കരനും തിരുവനന്തപുരത്തെ രാമുണ്ണിയേട്ടനും ഒക്കെ കൂടി നിർബന്ധിച്ചാ പിന്നെ അതങ്ങ് സമ്മതിച്ചത്. ബാലചന്ദ്രൻ ഇങ്ങോട്ട് വന്ന് ചോദിച്ചതല്ലേ കല്യാണം കഴിപ്പിച്ച് കൊടുത്തേക്കാവെന്ന്. അങ്ങനെയാ കല്യാണം നടന്നതെന്നൊക്കെ പറഞ്ഞു. അപ്പോഴത്തേക്ക് നമ്മുടെ അലീന പിന്നെ ഇരുന്ന് ആലോചിക്കുക, മാഡത്തിന് സമ്മതമായിരുന്നോ ബാലചന്ദ്രൻ സാറുമായിട്ടുള്ള കല്യാണം എന്ന് ചോദിച്ചപ്പോൾ അവൾക്ക് സമ്മതമാണോ എന്ന് ചോദിച്ചാൽ എല്ലാവരും നിർബന്ധിച്ചു, അവൾ അങ്ങ് സമ്മതിച്ചു, അത്ര തന്നെയെന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ
മുത്തശ്ശി ഇങ്ങനെ പറയുക. അപ്പോൾ അമ്മയെ പറ്റി കേട്ട് കേട്ട് അലീന അന്തം വിട്ടിങ്ങനെ ഇരിക്കുക കേട്ടോ. ആ അതാണ് കഥ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശി ഇതൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഉണ്ടല്ലോ, കൊള്ളാം, നല്ല കഥയാ, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അലീന പറയുക കേട്ടോ. അങ്ങനെ അതും പറഞ്ഞു നമ്മുടെ അലീന പതുക്കെ അവിടെ നിന്ന് എഴുന്നേറ്റു. എന്നിട്ട് മുത്തശ്ശിയെ പുതപ്പിച്ച് ഇങ്ങനെ കിടന്നു. അപ്പം മുത്തശ്ശിയുടെ വേദന കുറഞ്ഞോ എന്ന് ചോദിച്ചു. പിന്നെ ഇപ്പം കുറവുണ്ടെന്ന് പറഞ്ഞു. ഇനി ഞാനും വേദന കൂടുകയാണെങ്കിൽ വിളിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ അലീന തൻ്റെ പായൊക്കെ വിരിച്ച് അവിടെ കിടന്നു. അപ്പോഴത്തേക്കും മുത്തശ്ശി എന്നും പറഞ്ഞു വിളിച്ചു, ഞാൻ കിടന്നോട്ടെ, ശരി മോളെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ രണ്ടുപേരും കിടന്നു. കുറച്ച് കഴിഞ്ഞിട്ടും അലീനയ്ക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അമ്മയെപ്പറ്റി ആലോചിച്ച് ഇങ്ങനെ കിടക്കുക. കുറച്ചുകൂടി കഴിഞ്ഞപ്പോഴത്തേക്കും അലീന ഇങ്ങനെ പതുക്കെ മയങ്ങി വന്നപ്പോഴത്തേക്കും ഭയങ്കര കരച്ചിലിൻ്റെ ശബ്ദം കേട്ടു. അലീന എഴുന്നേറ്റ് നോക്കുമ്പോൾ മുത്തശ്ശി വിട്ട് കരയാ വേദന കാരണം. അപ്പോഴത്തേക്കും അയ്യോ എന്തു പറ്റി മുത്തശ്ശി എന്ന് ചോദിച്ചാൽ അലീന ചെന്നപ്പോൾ എനിക്ക് കാലിന് മുഴുവനും വേദനയാ, അയ്യോ എൻ്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട്, എല്ല് പൊട്ടിപ്പോകുന്ന പോലെ തോന്നുന്നു, എനിക്ക് ഉറങ്ങാനും വയ്യ, അനങ്ങാനും വയ്യ, തിരിയാനും വയ്യ എന്ന് പറഞ്ഞ് മുത്തശ്ശി ഭയങ്കര കരച്ചിൽ. അയ്യോ ചൂട് പിടിച്ചതാണല്ലോ മുത്തശ്ശി. അയ്യോ വേണ്ട മോളെ, അതുകൊണ്ടൊന്നും ഒരു കാര്യവും ഇല്ല, എനിക്ക് വേദനയാ, എൻ്റെ നടുവിൻ്റെ അങ്ങോട്ട് പോലും സൂചി കുത്തുന്നത് പോലെ വേദനയാണെന്നൊക്കെ പറഞ്ഞു. ഇപ്പം സമയം എത്രയായെന്ന് ചോദിച്ചുകൊണ്ട് അലീന നോക്കുമ്പോൾ സമയം 1:30 ആ ഒരു സമയമായി. പാതിരാത്രി കഴിഞ്ഞല്ലോ മുത്തശ്ശി. അയ്യോ ഭയങ്കര പെയിൻ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ തന്നെ പോകണമെന്ന് പറഞ്ഞു. എവിടെയെങ്കിലും ഫ്രാക്ചർ ഉണ്ടാകുമെന്ന് പറയാം, അല്ലാതെ ഇത്രയും വേദന ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എൻ്റെ കുഞ്ഞെ, നീ ആ വേദനയുടെ 2 ഗുളിക 2 3 എടുത്ത് തരാൻ പറയുമ്പോൾ മുത്തശ്ശി അതങ്ങനെ ഒരുപാട് കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. രാത്രിയിൽ ഒരെണ്ണം കഴിച്ചല്ല കിടക്കുന്നതിന് മുൻപെന്ന് ചോദിച്ചു. അയ്യോ എന്നെ എവിടെയെങ്കിലും ആശുപത്രിയിൽ ഒന്ന് കൊണ്ടുപോകാൻ പറ, വൈദ്യയെ വിളിക്കാൻ പറഞ്ഞു, അവൾ കാരണമല്ലേ ഞാനിത് അനുഭവിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും എല്ലാവരും നല്ല ഉറക്കമായിരിക്കും മുത്തശ്ശി, ഹോസ്പിറ്റലിൽ പോകണമെന്ന് പറഞ്ഞാൽ നേരം വെളുക്കട്ടെ എന്ന് പറയുമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും മുത്തശ്ശി വിട്ട് കരയുക. ബാലനെ ഒന്ന് വിളിക്കുമ്പോളെ ബാലനെ വിളിക്കാൻ പറഞ്ഞു. അങ്ങനെ അലീന രണ്ടും കൽപ്പിച്ച് നേരെ അങ്ങോട്ട് പോവുക കേട്ടോ. ഈ സമയത്ത് നമ്മുടെ മുത്തശ്ശി ഭയങ്കര കരച്ചിൽ. പക്ഷെ ഹോളിൽ ചെന്നിട്ട് അലീനയ്ക്ക് വിളിക്കാൻ തോന്നില്ല. അലീനയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. പക്ഷെ മുത്തശ്ശിയുടെ കരച്ചിൽ കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ടെൻഷനും വെപ്രാളവും പേടിയൊക്കെ ആയി. പിന്നെ രണ്ടും കൽപ്പിച്ചെന്ന് വാതിൽ മുട്ടി മേഡം എന്നും പറഞ്ഞു. അങ്ങനെ അലീന വാതിൽ ഇങ്ങനെ മുട്ടിക്കൊണ്ടിരിക്കുക. പക്ഷെ വാതിൽ തുറക്കുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ബാലചന്ദ്രൻ എഴുന്നേറ്റ് വന്നു. എന്താ അലീന ഈ നേരത്തെന്ന് ചോദിച്ചു. അന്നേരം മുത്തശ്ശി ഭയങ്കര കരച്ചില്ല, കാലിന് ഭയങ്കര വേദനയാണെന്ന കാര്യം പറഞ്ഞു. അന്നേരം അയ്യോ അതെന്നാ പറ്റിയതാ, കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ എന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ അലീനയ്ക്ക് ഭയങ്കര സങ്കടം. അപ്പോഴത്തേക്കും വൈജയന്തി ഓടി വന്നു. എന്താടി എന്നും ചോദിച്ചാൽ, എന്തിനാ രാത്രി മനുഷ്യന് ഉറങ്ങാനും സമ്മതിക്കത്തില്ലെന്ന് ചോദിച്ചു. അപ്പോൾ മുത്തശ്ശിക്ക് വയ്യ, കാല് വേദനിക്കുമെന്നൊന്നും പറഞ്ഞ് ഭയങ്കര കരച്ചിലാണെന്ന് പറഞ്ഞു അലീന. അതിനിപ്പോൾ ഈ മുതുപാതിരായിക്ക് എന്നാ ചെയ്യാനാണെന്നാണ് വൈജയന്തി ചോദിച്ചത്. ഇങ്ങനെ പറഞ്ഞാൽ മതിയോ, എന്തെങ്കിലും ചെയ്യണ്ടേ എന്ന് ചോദിച്ചു അലീന. എൻ്റെ പൊന്നെ, സമയം എത്രയെന്നാ നിന്റെ വിചാരമെന്ന് വൈജയന്തി ചോദിച്ചു. അപ്പോൾ വേദനിക്കുന്നവരോട് സമയം പറഞ്ഞ വേദന മാറുമെന്ന് ചോദിച്ചു അലീന. നിനക്കെന്താ ഒരുപാട് സുഖിക്കാത്തതുപോലെ എന്നും വൈജയന്തി അലീനയോട് ചോദിക്കുക കേട്ടോ. അപ്പോൾ അലീന ഇങ്ങനെ നോക്കുക. നീ ചെല്ല, ഞങ്ങൾ വന്നേക്കാവെന്ന് പറഞ്ഞു. അങ്ങനെ അലീന റൂമിലേക്ക് പോയി. ആ സമയത്ത് മുത്തശ്ശി അവിടെ കിടന്ന് അയ്യോ എൻ്റെ നടുവേന്നും പറഞ്ഞ് മുത്തശ്ശി ഭയങ്കര കരച്ചിലാട്ടോ. അയ്യോ എന്തൊരു വേദനയടി മോളെ, അസ്ഥി പൊട്ടിപ്പോകുന്ന പോലെയാണെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ ഞാൻ സാറിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി എന്ന് പറഞ്ഞു. അയ്യോ എന്ന് പറഞ്ഞു ഭയങ്കര കരച്ചിലാട്ടോ മുത്തശ്ശി. അയ്യോ എന്നെ തൊടലേ മോളെ, തൊടുമ്പോൾ മൊത്തം വേദനയാണെന്നും പറഞ്ഞ് മുത്തശ്ശി കരയും കേട്ടോ. അപ്പോഴേക്കും അലീനയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാൻ നിൽക്കുന്നത്. അപ്പോഴത്തേക്കും മുത്തശ്ശിയുടെ അടുത്തേക്ക് അവർ രണ്ടുപേരോട് ഓടി വന്നു. അപ്പോഴത്തേക്കും മുത്തശ്ശി ഭയങ്കര കരച്ചിലാണ്. അപ്പം എന്നാ പറ്റി അമ്മേ, കാല് ശരിയായില്ലേ എന്ന് ചോദിച്ചു ബാലചന്ദ്രൻ. ഹോസ്പിറ്റലിൽ പോയിട്ട് വന്നതല്ലേ ഉള്ളൂ, പ്ലാസ്റ്ററൊക്കെ മാറ്റിയതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഒക്കെ ശരിയാ, ഞാൻ ആ കൊല്ലപ്പള്ളി ചെന്നപ്പം നടക്കുകയും ചെയ്തതാണെന്ന് മുത്തശ്ശി പറഞ്ഞു. പക്ഷേ ഇവിടെ വന്ന് ബെഡ്റൂമിലേക്ക് കയറിയപ്പോൾ എനിക്ക് അനങ്ങുന്നില്ല എന്ന് പറഞ്ഞു. അതെങ്ങനെ വന്നു, അമ്മ തനിച്ചെങ്ങാനും പടി കയറിയോ എന്ന് ചോദിച്ചു. അപ്പോഴത്തേക്കും വൈജയന്തിയുടെ നേരെ അമ്മയൊരു നോട്ടം നോക്കി. തനിയെ കയറാൻ എന്നെ കൊണ്ട് പറ്റുമോ, വൈജ പിടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു എന്ന് മുത്തശ്ശി പറഞ്ഞു. അപ്പം അലീനയില്ലായിരുന്നോ കൂടെ, ഒരാൾ താങ്ങി പിടിച്ചാൽ മതിയോ വയ്യാത്ത ആളെ, ഞാൻ താങ്ങി പിടിക്കാൻ ചെന്നതാണെന്ന് പറഞ്ഞു നമ്മുടെ അലീന. അപ്പോൾ ഇനിയിപ്പോൾ നേരം വെളുത്തിട്ട് പോയാൽ പോരെ ഹോസ്പിറ്റലിൽ. അപ്പോൾ അലീനയ്ക്ക് പറയാനൊരു അവസരം വൈജയന്തി കൊടുത്തില്ല. നേരം വെളുത്തിട്ട് പോയാൽ പോരെന്ന് ചോദിച്ചു. അപ്പോൾ എനിക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അതാന്ന് പറഞ്ഞു മുത്തശ്ശി. നടക്കാൻ പറ്റുമോ, ഇല്ലല്ലോ, കാല് നിലത്ത് തൊടിയിക്കാൻ പറ്റുന്നില്ല മോനെ എന്ന് ബാലചന്ദ്രനോട് പറഞ്ഞു. അലീന വീൽ ചെയറിൽ കൊണ്ടിരുത്ത്, ഞാൻ കാർ ഇറക്കാവെന്ന് പറഞ്ഞ് ബാലചന്ദ്രൻ പോകുമ്പം ഞാൻ വരണോന്ന് ചോദിച്ചു വൈജ. അപ്പം വേണ്ട, സുഖമായിട്ട് നീ കിടന്നങ്ങ് ഉറങ്ങിക്കൊള്ളാൻ പറഞ്ഞു ബാലചന്ദ്രൻ. ഹോസ്പിറ്റലിലോട്ട് ഞാൻ വരാൻ സാറേ എന്ന് അലീന പറയുമ്പോൾ, നീ ഇവിടുത്തെ കാര്യം നോക്കുക, നിന്റെ പെറ്റ തള്ളയൊന്നും അല്ലല്ലോ, ഇവളുടെ അല്ലേന്ന് ചോദിച്ചു. അന്നേരത്തേക്കും നമ്മുടെ വൈജയന്തി ഇങ്ങനെ ഒരു നോട്ടം. അലീനയാണെങ്കിൽ ഭയങ്കര ഇതിലിങ്ങനെ നിൽക്കുക കേട്ടോ. വൈജയന്തിക്ക് അന്നേരം അലീനയോടാ കലിപ്പ്, അതിനെ നോക്കി പേടിപ്പിക്കുവാണ്.
അതിനെ നോക്കി പേടിപ്പിച്ചിട്ട് വൈജയന്തി അങ്ങോട്ട് പോയി. വൈജയന്തി അങ്ങ് പോയി കഴിഞ്ഞപ്പം മുത്തശ്ശി ഞാൻ വീൽ ചെയർ എടുക്കാൻ കേട്ടോ എന്നും പറഞ്ഞുകൊണ്ട് അലീനെ അത് എടുക്കാനായിട്ട് അങ്ങ് പോയി. ആ സമയത്ത് ഞാൻ പോയി കയറ്റി വറക്കാൻ വേഗം ഫ്രണ്ടിലോട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അലീനയോട് മുത്തശ്ശിയും കൊണ്ട് വരാൻ പറഞ്ഞു. വൈജയന്തിയും അലീനയും കൂടി വരുക. അപ്പോൾ ഞാനും കൂടെ വരട്ടെ ഹോസ്പിറ്റലിലേക്ക് എന്ന് വൈജയന്തിയോട് അലീന ചോദിക്കുമ്പോൾ വേണ്ട, അതിൻ്റെ ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. മുത്തശ്ശിയെ താങ്ങി എണീപ്പിക്കാനും നേരെ കിടത്താനൊക്കെ ആരെങ്കിലും വേണ്ടതെന്ന് ചോദിച്ചു. നീ കൂടെ പോകുന്ന ഇവിടെ പിന്നെ ആരുണ്ടടി, പിള്ളേർ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ എന്ന് ചോദിച്ചു. ഹോസ്പിറ്റലിൽ നിന്ന് മേഡം ഇങ്ങോട്ട് പോരാ, ബൈസ്റ്റാൻഡറായിട്ട് ഞാൻ നിന്നോളാമെന്നൊക്കെ അലീന പറയുമ്പം ഹോസ്പിറ്റലിൽ ഒരു സ്റ്റാൻഡറും വേണ്ട, നീ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കിയാൽ മതി. പിള്ളേർക്ക് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് സ്കൂളിലേക്ക് അയച്ചേക്കണമെന്ന് പറഞ്ഞു. പിന്നെ കൃഷ്ണമോൾക്ക് രാവിലെ ട്യൂഷൻ ഉണ്ടെന്നുള്ളത് മറക്കരുതെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തി അമ്മയും കൊണ്ട് പോവുക. അപ്പോഴേക്കും ബാലചന്ദ്രൻ വണ്ടി ഇങ്ങനെ നീക്കി കൊണ്ടുവന്നു. പിന്നെ പതുക്കെ അമ്മയെ ഏൽപ്പിച്ച് വണ്ടിയിൽ ഇരുത്തി. അതിനുശേഷം അവരങ്ങ് പോയി. അലീനയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ അവിടെ ഇവർ പോകുന്നത് നോക്കി വിഷമിച്ച് ഇങ്ങനെ നിൽക്കുക. മുത്തശ്ശിക്ക് എന്ത് പറ്റിയെന്നുള്ളത് അലീനയ്ക്ക് അറിയില്ലല്ലോ. അലീനയുടെ ഉള്ളിൽ കിടന്നിങ്ങനെ പിടച്ചുകൊണ്ടേ ഇരിക്കുക കേട്ടോ. മുത്തശ്ശിക്ക് എന്താ പറ്റിയെന്ന് അറിയാത്തത് കൊണ്ട് കുറച്ച് കഴിഞ്ഞ് അകത്തേക്ക് കയറിപ്പോയി അലീന ഇങ്ങനെ അവിടെ ഇരിക്കുക. ഇത് കഴിഞ്ഞപ്പോൾ രാവിലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ആംബുലൻസ് വീട്ടിലേക്ക് വന്നു. ആംബുലൻസിൽ കിടത്തിയാണ് മുത്തശ്ശിയെ കൊണ്ടുവന്നത്. അങ്ങനെ മുത്തശ്ശിയെ കിടത്തി കൊണ്ടുവരുമ്പോഴത്തേക്ക് അലീന ഓടി ഇറങ്ങി ചെന്നു കേട്ടോ. ഓടി ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശി എന്നും പറഞ്ഞുകൊണ്ട് അലീന ഇങ്ങനെ വിളിക്കുക. അപ്പോൾ മുത്തശ്ശി ആണെങ്കിലോ ഇങ്ങനെ കണ്ണ് മാത്രം ഇങ്ങനെ ചലിക്കുന്നുണ്ട്. മുത്തശ്ശിയുടെ വയറിന് ഇങ്ങനെ വട്ടം ബെൽറ്റൊക്കെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ അനങ്ങാത്തൊരവസ്ഥയിലായി മുത്തശ്ശി. ആ സമയത്ത് ഇപ്പോൾ വേദനയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഉണ്ടോന്നോ? അതേ ഉള്ളെന്ന് മുത്തശ്ശി പറയാം. എൻ്റെ പൊന്നെ, എൻ്റെ എളിയുടെ അസ്ഥിക്കുഴ തെറ്റിപ്പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ പൊട്ടലൊന്നും ഇല്ലല്ലോ, ആ വീഴ്ചയ്ക്ക് ഇത്രയല്ലേ പറ്റുള്ളൂ എന്ന് വൈജയന്തി പറയാം. വീഴാതെ നോക്കായിരുന്നു, അന്നേരം നിനക്ക് വാശി, എന്നെ വീഴ്ത്തി അടങ്ങുള്ളന്നല്ലേ എന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശി പറയുമ്പോൾ ബാലചന്ദ്രൻ വാശിയോ? ആരോട്? എൻ്റെ മോനെ സിറ്റ് ഔട്ടിൽ നിന്ന് വീൽ ചെയറിലോട്ടിരിക്കുമ്പോൾ അലീനെ താങ്ങി പിടിക്കാൻ വന്നതാ, ഇവള് സമ്മതിച്ചില്ലെന്നും പറഞ്ഞുകൊണ്ട് വൈജയന്തിയുടെ തനിക്കോണം പറഞ്ഞു കൊടുക്കുക. അപ്പോൾ തൊടരുതെന്നും പറഞ്ഞു മാറ്റി നിർത്തി. ഇന്നലെ അലീന നിൻ്റെ അടുത്ത് വന്ന് താക്കോല് മേടിച്ചു വീട് തുറന്ന് അകത്ത് കയറിയില്ലേ, അതൊക്കെ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞു അമ്മ. ഓ, അപ്പം അത് കൊള്ളാം, സ്വന്തം അമ്മയ്ക്കിട്ട് തന്നെ പണി കൊടുത്തല്ലേ ഇവള്, നിനക്ക് എന്തിൻ്റെ കേടാടി വൈജയെന്ന് ബാലചന്ദ്രൻ അന്നേരം ചോദിച്ചു. രണ്ടുപേരും പിടിക്കണമെങ്കിൽ അമ്മ പറയണ്ടേ തീരെ വയ്യാന്നുള്ളതെന്ന് വൈജ പറയുമ്പോൾ ഇവള് പിടിച്ചപ്പോൾ നീ ഓടിച്ചു വിട്ടതല്ലേടി എന്ന് അമ്മ വൈജയോട് ചോദിക്കുക. ഞാൻ ഓർത്തോ അമ്മ ഊതിയ ഉടനെ വീഴാൻ നിൽക്കുവാണെന്ന്. ഓഹോ, കൊള്ളാലോ എന്ന് അമ്മ അന്നേരം വൈജയോട്. വൈജയ, നമ്മളൊരു അനീതി കാണിക്കുമ്പോൾ കുറച്ച് മനസ്സുഖമൊക്കെ കിട്ടുമായിരിക്കും, പക്ഷെ നീ ഓർക്കണം എപ്പോഴെങ്കിലും ഏതെങ്കിലും രൂപത്തിൽ അത് നിനക്ക് തിരിച്ചടിയായിട്ട് കിട്ടുമെന്നുള്ളത്. അമ്മ ഈ വീട്ടിൽ കൊണ്ടുവന്ന് താമസിപ്പിച്ചതാരാ? ഈ ഞാനല്ലേ. അമ്മയെ നോക്കാൻ ഒരുത്തി ശമ്പളത്തിന് വെച്ചിരിക്കുന്നത് ആരാ? അതും ഈ ഞാൻ തന്നെയല്ലേ. എന്നിട്ടിപ്പോൾ എനിക്ക് കുറ്റമല്ലേ എന്ന് വൈജ ചോദിക്കുമ്പം അത് തന്നെയാ പറഞ്ഞത്, നീ തന്നെയാണ് എല്ലാം വരുത്തി വെച്ചതെന്ന്. മനസ്സിലായെന്ന് ചോദിച്ചു ബാലചന്ദ്രൻ അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. ബാലനങ്ങ് പോയി കഴിഞ്ഞപ്പം അമ്മ ഒരുപാട് തിരികെയും മറിയുകയൊന്നും ചെയ്യരുത്, ഇടുപ്പിൻ്റെ ജോയിൻ്റ് ഇളകും, അത് ഇളകാതിരിക്കാനായി ഈ ബെൽറ്റ് ഇട്ട് വിട്ടേക്കുന്നത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ എന്നതാ ഇളകാനുള്ളത് എന്ന് അമ്മ അന്നേരം വൈജയോട് ചോദിച്ചു. അലീന അന്നേരം കരഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ നീ ഒറ്റ ഒരുത്തിയാ ഇതിനൊക്കെ മൂല കാരണമെന്ന് വൈജയന്തി പറയുമ്പം അതേതായാലും ശരിയാണെന്ന് പറഞ്ഞു അലീന. എന്താടി ശരിയല്ലേ? അപ്പം ശരിയാണെന്നല്ലേ മേഡം ഞാൻ പറഞ്ഞത്, എനിക്ക് മനസ്സിലാവത്തില്ല എന്നൊന്നും നീ വിചാരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് വൈജ ഇങ്ങനെ പറയണം. അതും പറഞ്ഞു വൈജ അങ്ങ് ഇറങ്ങി പോവുക കേട്ടോ. ഇന്നലെ രാത്രി വരെ പേടിയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പം പേടിയൊക്കെ അങ്ങ് പോയി. വൈജ എന്നിട്ട് വാതിലും ചാരിയിട്ട് ഇറങ്ങി അങ്ങ് പോയി. വൈജ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ അവളുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേടി ഇങ്ങനെ പറ്റിയത്, പക്ഷെ സമ്മതിച്ചു തരികയില്ല എന്ന് മുത്തശ്ശി അലീനോട് പറഞ്ഞു. സമ്മതിച്ചാലും ഇല്ലെങ്കിലും എന്താ മെച്ചം, വരാനുള്ളത് വന്നില്ലേ എന്ന് ചോദിച്ചു അലീന അന്നേരം മുത്തശ്ശിയോട്. ഒരുമാതിരി നടക്കാറായി വന്നതായിരുന്നു, പിന്നെ ഞാൻ കിടപ്പിലായിരുന്നു മുത്തശ്ശി. ഓരോ സിനിമയുണ്ടല്ലോ, ജഗതി എപ്പോഴും കാലൊടിഞ്ഞ് ആശുപത്രി കിടക്കുന്നൊരു പടം, എൻ്റെ ഗതിയും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുമെന്ന് മുത്തശ്ശി അന്നേരം അലീനയോട് പറയുക കേട്ടോ. അപ്പം സാരമില്ല മുത്തശ്ശി. സാരമില്ലെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? എനിക്കും നിനക്കും അല്ലേ ഇതിൻ്റെ ബുദ്ധിമുട്ട് മുഴുവനും, അവൾക്ക് വല്ലതും അറിയണോ എന്ന് ചോദിച്ചു മുത്തശ്ശി അന്നേരം അലീനയോട് ദേഷ്യത്തോടെ ഇങ്ങനെ പറയുക കേട്ടോ. അങ്ങനെ മുത്തശ്ശി സംസാരിക്കുന്നതൊക്കെ കേട്ട് ഭയങ്കര സങ്കടത്തോടു കൂടി അലീന ഇങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അലീനയ്ക്ക് മുത്തശ്ശിയുടെ കാര്യം ഓർക്കുമ്പോൾ ഭയങ്കര സങ്കടമാണ്. പിന്നെ അലീനെ ഇന്നലെ പറഞ്ഞു വിടുമെന്ന് പറഞ്ഞുകൊണ്ടിരുന്ന വൈജയന്തിക്ക് ഇനി പറഞ്ഞു വിടാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്തത് ഇനിയും അമ്മയെ മുത്തശ്ശിയെ കാണാനായിട്ട് മനു വരും. മനുവായിട്ട് അലീന ഇങ്ങനെ മനുവായിട്ട് സംസാരിക്കും. ഇതൊക്കെ ഇനി പുതിയ പ്രശ്നങ്ങളാവും. അങ്ങനെയൊക്കെയുള്ളൊരു സിറ്റുവേഷനും കാര്യങ്ങളും ഒക്കെ കൂട്ടിയിണക്കിക്കൊണ്ട് നാളത്തെ നമ്മുടെ
സൂപ്പർ ഹിറ്റ് കഥ വരാനിരിപ്പുണ്ട്. അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. പെറ്റമ്മയെന്നോ ആരെന്ന് പോലും വകവയ്ക്കാതെ നോക്കാതെ ആരോട് വേണമെങ്കിലും ക്രൂരത കാണിക്കാനുള്ളൊരു കഠിന മനസ്സായി വൈജയന്തിയുടെ മാറിക്കഴിഞ്ഞു. എന്തായാലും അലീനയുടെ മുന്നിൽ പണ്ടത്തെ പോലെ അത്രയ്ക്കങ്ങ് കിടന്ന് കുരയ്ക്കുന്നില്ല. കാരണം ചെറിയൊരു ഉത്ഭവം എവിടെയോ ഒളിഞ്ഞ് കിടപ്പുള്ളത് പോലെയാണ് ഇപ്പോൾ വൈജയുടെ സംസാര രീതികളൊക്കെ. അപ്പോൾ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അതോടൊപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസ് എളുപ്പത്തിൽ കാണാൻ കഴിയുന്നതായിരിക്കും. അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവരോടും ഒരുപാട് നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിച്ച് നിർത്തുന്നു. ടാറ്റാ.